ആദ്യം തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ കയറിയ കേട്ടോ. പുറത്ത് നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ രാവിലെ പണികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ കയറിയ ചെറുതായിട്ട് ചൂടാട്ടോ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ മരുഭൂമിയാവും. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഇതിനുള്ള പണികളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങണം. ഇന്നലെ കുറെ പണികൾ ഉമ്മ എടുത്തു. ഇന്ന് ബാക്കിയുള്ളത് ഞാനിവിടെ തീർത്ത ഏകദേശം ഇതിനുള്ളൊക്കെ ക്ലീൻ ആവും. കൈക്കോട്ടും പൂന്താലി ഇതൊക്കെ ഇതിനുള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കത്തിയൊക്കെ ഇന്നലെ തന്നെ പണി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചതാണ്. അപ്പൊ ആദ്യം ഇതിൽ നട്ട ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാ കയറിനോട് തന്നെ ഞങ്ങള് കക്കിരി ഇട്ടതാ. നല്ലൊരു കക്കിരിയുടെ കായ ഉണ്ടോ. കക്കിരി കുക്കുംബർ എന്നൊക്കെ പറയും. നമ്മളിവിടെ കൂടുതൽ കക്കിരി എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ കക്കിരി എന്ന് പറഞ്ഞത്. അതങ്ങനെ മുകളിൽ അവിടെ ഒരു കക്കിരി ഉണ്ട്. മുകളിൽ നമ്മൾ പന്തൽ ചെയ്തിട്ടുള്ളത് കയർ ഉപയോഗിച്ചിട്ട്. അതൊക്കെ മുന്നത്തെ വീഡിയോ കാണിച്ചാൽ നെയ്ക്കുമ്പോഴൊക്കെ പടർത്തുന്നത് നെയ്ക്കുമ്പോഴും കയ്പൊക്കെ ആയിരുന്നു മുന്നേ ചെയ്തത്. നമ്മൾ 2 വർഷത്തോളമായി മുകളിൽ ഇങ്ങനെ കയർ വെച്ചിട്ട് പന്തൽ സെറ്റ് ചെയ്തിട്ട്. ഇവിടെ ഒരു ചോടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ ഗ്രീൻ നമ്മളെ സൈഡിൽ മറച്ച ഗ്രീൻ നെറ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഗ്രീൻ നെറ്റിനൊക്കെ അങ്ങനെ അതൊക്കെ വിട്ടുപോയിട്ടൊക്കെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ഈച്ച അങ്ങോട്ട് കടന്നിട്ട് ഈച്ച തരുന്ന പണിയാണ്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഈച്ചയുടെ ശല്യം കുറവാണ്, എന്നാലും കുറവാട്ടോ, അത്രയൊന്നും ഇല്ല. ഇതുണ്ടോ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് ഈച്ച കുത്തിയിട്ട്. വേറെ ടൈപ്പ് ഇതൊക്കെ ഈച്ച കുത്തിൽ വരുന്നതാണ്. ഇതിൽ മരുന്നും കാര്യങ്ങളൊന്നും നമ്മൾ അടിച്ചു കൊടുക്കുന്നില്ല. മുകളിൽ ഈ ചെടിയിലാട്ടോ ഈ വന്ന ചുവടില്ല ഭയങ്കര ഈച്ച കുത്തുന്നുണ്ട്. ഇത് തുടക്കത്തിലായതുകൊണ്ട് ഇവിടുന്ന് കൊണ്ട് നല്ല ഹോളായതുകൊണ്ട് വേഗം കയറി ഗ്രീൻ നെറ്റ് ഒക്കെ ഓട്ടം ഇട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റണം ഇനി. ഇത് ഗ്രോ ബാഗിൽ നട്ടു കൊടുത്തിട്ട് നമ്മൾ വിത്ത് പാവിയത് ഗ്രോ ബാഗിലായിരുന്നു കേട്ടോ. അപ്പൊ അതിന് എല്ലാ തൈകളും എടുത്ത് ഇതിന് ലാസ്റ്റ് തൈ നമ്മൾ ഇതിൽ തന്നെ നിർത്തി. അതുമ്പോൾ നേരെ കൊടുന്ന് ഇവിടെ സെറ്റ് ചെയ്ത്. പക്ഷെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. ഗ്രോ ബാഗിൽ ഇപ്പൊ ഇതൊക്കെ ചിലപ്പം ഈ ഗ്യാപ്പിലൂടെ വേര് പോയിട്ടുണ്ടാവും അവിടേക്ക്. ഇത് അങ്ങോട്ട് കാണിച്ചോ. ഇതിലൊക്കെ നല്ല ഉണ്ട് ഇവിടെ കക്കരി ഉണ്ടായിക്കണ്. ഈ ചെറിയ പ്രായത്തിൽ നല്ല ഒരു മുള്ളുണ്ടാവും കേട്ടോ. അതാ നല്ല ചെറുതായി കുത്തും. വലുതാന്ന് മുള്ള ഇങ്ങനെ പോയി ഒരു മൂപ്പനുസരിച്ച് അതിലങ്ങോട്ടൊക്കെ നല്ല ഉണ്ട്. മുട്ടിന് കായ്കളൊക്കെ ചെറിയ ചെറിയ കായ്കൾ ഇതെല്ലാം പടർന്നു പോയിട്ടുണ്ട് കേട്ടോ ഈ വള്ളി. ഇവിടെ തുടക്കത്തിലൊക്കെ നല്ല കായ്കളുണ്ട്. നിങ്ങളെ അടിയിൽ ഇതുണ്ട് കേട്ടോ. അതാ ചൈനീസ് കാബേജ് പോക്ക് തൈയൊക്കെ നടാൻ വേണ്ടിയിട്ട് ട്രേ തൈകൾ ഇതിനുള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ചവിട്ടി കൊണ്ടുവച്ചിട്ട് അതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ മറന്നു പോയതുകൊണ്ട്. ഇനി അടുത്ത ഐറ്റം കാണിച്ചു കൊടുക്കല്ലേ. അപ്പം വള്ളികൾ ആദ്യം കാണിച്ചുതരാ. ഇതിലൊരു മിക്സഡ് വള്ളികളാണ് ചെയ്യുന്നത്. ഇത് അടുത്തത് കയ്പ. നല്ല വെള്ളക്കയ്പയാണ്. കയ്പൊക്കെ ഇവിടുന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട് താഴ്ന്നു തന്നെ. ഇതിനൊക്കെ നമ്മളേ പന്തലിലെത്താനുള്ള ഇത് മുളയുടെ കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്തത് കേട്ടോ. കയ്പ ഇവിടെ ഒരു കയ്പ, തൊട്ടപ്പുറത്ത് കയ്പാണ്. കയ്പ ഇതിൽ ഞങ്ങൾ നട്ടതല്ല, ശരിക്കും പടുമുള മുളച്ചാണ്. കഴിഞ്ഞ ഈ സൈഡിൽ മൊത്തം കയ്പയും അപ്പുറം സൈഡിൽ നെയ്ക്കുമ്പോഴേനും. അപ്പൊ അന്ന് കയ്പയുടെ വിത്ത് വീണിട്ട് നമ്മളിങ്ങനെ മണ്ണിളക്കുമല്ലോ. ഇതിൽ പിന്നെ മളിച്ചും ചെയ്യുന്നില്ല. നമ്മൾ അടിയിൽ ഇങ്ങനെ നട്ടു കൊടുക്കാൻ വേണ്ടി മണ്ണിളക്കുന്ന സമയത്തൊക്കെ കളയൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്പയുടെ വിത്ത് അതിങ്ങനെ കിടന്ന് മുളച്ചിട്ട് അവിടെ ഒരു കയ്പ അടുപ്പിച്ച് ഞാറ് നട്ട പോലെ കയ്പ. ഇതൊരു കയ്പ ചോട്. അപ്പൊ പിന്നെ എല്ലാം നമ്മളാണ്ട് പടർത്തി വിടാച്ച്. ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കി എന്ന് വെച്ചാൽ ചെത്ത അത്രയും ബുദ്ധിമുട്ട്. ചെറിയ തയ്യിനെ നിർത്തി കൊണ്ടുവരേണ്ട അടിയിൽ നിന്ന് ഇവിടെ ഒരു കയ്പ. അങ്ങനെ അടുപ്പിച്ച് കയ്പകളുണ്ട്. ശരിക്കും ഇതിൽ ഈ സൈഡിൽ നടാൻ വേണ്ടി നട്ടുകൊടുത്ത് അങ്ങനെയല്ല, ഒരു പടർത്താൻ വേണ്ടി നമ്മൾ ചെയ്തത് ചിരങ്ങി. നമ്മൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ചിരങ്ങയ്ക്ക് നല്ല ഡിമാൻഡ് ആവും. അവിടെ ചിരങ്ങ നട്ടുകൊടുത്തത്. പക്ഷെ പിടിച്ചപ്പോൾ എന്തായാലും അവിടുന്ന് കയ്പയും വന്ന് ഫസ്റ്റില് നമ്മൾ ഇത് നട്ടുകൊടുത്ത് ഇവിടെ ചിരങ്ങി നട്ടുകൊടുത്ത് രണ്ട് സൈഡിലാക്കിയതായിരുന്നു. പിന്നെ എല്ലാം പടർന്ന് കയറട്ടെ. പിന്നെ ഒരു പടവലത്തിന്റെ തൈ ഇതാ. പടവലത്തിന്റെ വള്ളി ഇങ്ങനെ കയറിപ്പോണ്ട്. പടവലം കിട്ടിയത് കോഴിക്ക് പച്ചക്കറി വേസ്റ്റ് കൊടുന്നതിന് അങ്ങനെ നമ്മൾ ഒഴിവാക്കുമല്ലോ ഷെഡിന്ന്. ആ വളം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പടവലത്തിന്റെ തൈ മുളച്ചു വന്ന്. അപ്പൊ അതും കൂടെ അങ്ങോട്ട് ഇവിടെ എടുത്തു കൊടുത്തിട്ട് അതും പടർത്തിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം 4 ഐറ്റാണ് പടർത്തുന്നത്. കക്കിരി ഉണ്ട്, കയ്പുണ്ട്, പടവലുണ്ട്, ചിരങ്ങുണ്ട്. ഇതാ കയ്പൊക്കെ എന്താ വെള്ള കയ്പ ഒക്കെ പടുമുള ഇവിടുന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഗ്രീൻ നെറ്റ് പിടിച്ചു കയറിയിട്ടുണ്ട്. ഈ സൈഡിൽ ഗ്രീൻ നെറ്റിന് കുഴപ്പമില്ല. പക്ഷെ തുടക്കത്തിൽ ഗ്രീൻ നെറ്റ് എല്ലാം പോകുന്നതുകൊണ്ടാണ് അവിടെയാണ് അതാ ഈച്ച ശല്യം. ഈച്ച വേഗം കയറിയിട്ട് കക്കിരി കുത്തിപ്പോവാണ്. ഇവിടെ അതാ ഒഞ്ഞോളൊന്ന് വാടിപ്പോല. അതാണ് ഇതിന് ഇന്നലത്തെ പണി എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇടയിലുള്ള കളകളൊക്കെ ഒഴിവാക്കി കുറച്ച് പച്ചച്ചീര നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത ചീര പിന്നെ ഇങ്ങനെ കുറച്ച് കൂടെ ചീര ഉണ്ട് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ അതിങ്ങനെ ചെത്തിയ സമയത്ത് കളയെത്തിയ സമയത്ത് കൈക്കോട്ട് കൊണ്ട് പണി പാളിപ്പോയതാണ്. കൈപ്പൊക്കെ അങ്ങനെ ഭയങ്കര പണിയത്. ഈ കളയന്റെ ഇടക്ക് ഇതിങ്ങനെ മുളച്ച് വരുമ്പോൾ ചെത്തുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് കണ്ടില്ല ഇഷ്ടം പോലെ തക്കാളി. ഇത് മുന്തിരി തക്കാളിയാണല്ലോ പറയാ. തക്കാളി ഇതിനുള്ളിൽ കുറച്ച് നട്ട് ചെയ്ത്. അപ്പൊ അതിന്റെ ഇതൊക്കെ പടുമുള. ഈ സെക്ഷനൊക്കെ പടുമുള കേട്ടോ. ഒന്നും നട്ടില്ല. ശരിക്കും നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളതിന്റെ അടിയിൽ ചെയ്തിട്ടുള്ളത് കാണിച്ചു കൊടുക്കുക വഴുതനയാണ്. ഇപ്പൊ മുകളിൽ നമ്മൾ വള്ളികളും പടർത്തി താഴെ വഴുതന അയച്ചിട്ട് നല്ല നമ്മളെ വെള്ള വഴുതന നട്ടിട്ടുണ്ട്. ഒക്കെ പൂവായി വരുന്നുണ്ട് കേട്ടോ. വഴുതന നടുന്നതിന്റെ വീഡിയോ നമ്മൾ ചെയ്താണല്ലോ അല്ലേ. റെയിൻ ഷെൽട്ടറിന്റെ വഴുതന നടുന്നതിന്റെ
ഇവിടെ നോക്ക് ഒരു വെറൈറ്റി മുളക് നോക്ക്. എരുണ്ട്. ആ നല്ല എരുണ്ട്. കുഞ്ഞാത്താന്നാ ഇതെവിടുന്നാ? ഉമ്മക്ക് ആരെങ്കിലൊക്കെ ഇങ്ങനെ വരും. ഉമ്മ എവിടെയും കണ്ടാൽ വിത്ത് വാങ്ങിക്കൊടുന്ന് നട്ടാണ്. ഇതാ നല്ല ഒരു വെറൈറ്റി മുളക് കേട്ടോ. ഇഷ്ടം പോലെ മുളക്. നല്ല എരിവുണ്ട് പറഞ്ഞിട്ടില്ലേ? ആ ഒരു മുളക് ഇട്ടാൽ അത്രയും എരിവാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുണ്ട് അങ്ങനെ വെറൈറ്റികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. ഇതാട്ടെ ഇതവിടെ ഒക്കെ ഉണ്ടോ? ഇവിടെ അങ്ങോട്ട് അങ്ങനെ അടിഭാഗം കണ്ടോ മുഴുവൻ വഴുതനയാണ്. വഴുതനക്കല്ല പൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതില് നനയ്ക്കാൻ സ്പ്രിംഗ്ലറാ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടി മത്സ്യം ചെയ്യാത്തതുകൊണ്ട് നല്ല കള കയറുന്നുണ്ട്. അങ്ങനെ കള കയറിയിട്ട് അത് ചെത്തി ഒന്ന് വൃത്തിയാക്കുന്ന പണിയായിരുന്നു. അപ്പൊ ഉമ്മ നില ഒരു ഇതുണ്ടാക്കി ചോട്ടിലുള്ള എല്ലാത്തിനും ഇതാ ഇതുപോലെ ചോട് കാണുന്നതിൽ ഇത് കുറച്ച് പറിക്കാണ്ട് ഇവിടെ കള നമ്മൾ പറിച്ച് ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വഴുതനക്കൊക്കെ മണ്ണ് കയറ്റുന്ന പണിയാണ്. കുറച്ചൊക്കെ കയറ്റി ബാക്കിയുള്ളത് നിന്ന് തീർത്ത് കൊടുക്കും. വെയിലാകുന്നതിന് മുന്നേ ഇതിൽ കയറിയതാ. അപ്പോൾ ഏതായാലും കയറിയല്ലോ കുഞ്ഞോളെ. കത്തിയെല്ലാം 2 കത്തിയും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വലിയ കത്തിയുണ്ട് ചെറിയ കത്തിയുണ്ട്. നമുക്കേ കയറി സ്ഥിതിക്ക് കക്കിരി ഇടക്കൊക്കെ വിളവെടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് വേഗം മറിച്ച് ആ മുള്ളിങ്ങനെ ആക്കി. പിന്നെന്താ നല്ല ഫ്രഷ് സാധനമാണ്. ഒരു മരുന്നും ഒന്നും നമ്മൾ അടിച്ചിട്ടില്ല. നോക്കിട്ടെ ഇതായിട്ട് തിന്നൂല്ല. അത്രയും വലിയ അക്കരിയാ. ഞാനായിരുന്നാ സാലഡൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും സൂപ്പർ സാധനം. പിന്നെ നമുക്ക് വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റും. നല്ല വെള്ളത്തിന്റെ അംശമുണ്ട്. അടിപൊളി. ധൈര്യത്തിൽ ഇങ്ങനെ കഴുകാത്തന്നെ എടുത്ത് കഴിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായതാണ്. ഒരു മരുന്നോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. സൂപ്പർ സാധനം. നോക്കണ്ടേ കടിച്ചാൽ മതിയാവും. ഇത് ബിയമോൾക്കൊക്കെ കൊടുക്കാം. എന്തായാലും കുറച്ച് കക്കരി നമുക്ക് പറിച്ചു വെക്കാറുണ്ട്. ഇതിന് ആവശ്യത്തിന് കഴിക്കാനും സാലഡ് ഉണ്ടാക്കാൻ മാത്രമേ കുറേ പറിച്ചു വെക്കണ്ടല്ലോ, വാടുമല്ലോ. ഇവിടെ നോക്കട്ടെ. നമുക്ക് പണി എന്താന്നല്ലേ, ഇതില് ഇന്നലെ നമ്മള് കളകളൊക്കെ ചെത്തി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി അല്ലോ ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഇല്ലേ. ഇതിന് നമ്മള് ഇതവിടം വരെ കയറ്റിയിട്ടുണ്ട്. ഇതുപോലെ മണ്ണ് ഇപ്പൊ ഇന്നലെ മണ്ണ് വെച്ചു കൊടുത്താണ്. ഏത് വഴുതനക്ക? വഴുതനക്ക് വാട്ടരോഗം വരുന്നുണ്ട്. ഇതില് മെയിനായിട്ട് നമ്മള് കക്കിരിയുടെ 2-3 ചോട് വാട്ടരോഗം വന്ന് പോയിട്ടോ. നമ്മള് ഇത് സ്യൂഡോമോണസ് ഒക്കെ ഒഴിച്ചു നോക്കി, പക്ഷെ നിന്നില്ല. ഇന്നത്തെ പരിപാടി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ ചുവട്ടില് സ്യൂഡോമോണസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വഴുതനക്ക് വരുന്ന സുഖമാണ്. വഴുതന ചെറിയ പ്രായത്തിലൊന്നും ഉണ്ടാവില്ല. വഴുതനയും പച്ചമുളകും ഒക്കെ കായ്ക്കുന്ന സമയത്താണ് ഇതാ ഈ വാട്ടരോഗം. ഇതിന് വാട്ടരോഗത്തിന്റെ തുടക്കമുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന നോക്കണ്ട, ഒരു കുറച്ചും കൂടി വെയിലൊക്കെ എത്തുമ്പോൾ ഇതിന്റെ ഇത് വാട്ടം ഇങ്ങനെ തുടങ്ങും. അപ്പം ഇനി സ്യൂഡോമോണസും കൂടെ കലക്കി ഒഴിക്കണം. അതിന് വൈകുന്നേരം ഒഴിക്കാം. ഓരോ ചൂട് ഇനി എന്ത് ചെയ്യുന്ന അറിയോ, സ്പ്രിംഗ്ലറിലെ വെള്ളം കൂടെ തട്ടുമ്പോൾ ഇത് ചെരിഞ്ഞു വീഴും. നമ്മള് ചെരിയുന്നതിന് ചെറുതായിട്ട് മുട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിട്ടാൽ കുറച്ചുകൂടെ നല്ലതാ. എല്ലാത്തിൻ്റെ ചോട്ടിലും കുറച്ച് ഇന്നലെ ഉമ്മ മണ്ണിട്ട് കള മുഴുവൻ ഉമ്മ നീക്കിട്ടോ. കള നീക്കുമ്പോൾ നല്ല ക്ഷമ വേണം. എന്താ വെച്ചാൽ ഇതിന്റെ ചോട്ടിലൊന്നും ഇതൊന്നും പറിക്കാതെ കളയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ വന്നാൽ ചിലപ്പോ കയ്പൊക്കെ ഒന്ന് അവിടെ കണ്ടില്ല, എന്നിട്ട് ഒന്ന് തന്നെ വാടിപ്പോയത് അതുപോലെ ആയിപ്പോ. അതുകൊണ്ട് ഉമ്മാനെ വല്ല ഇതിലേക്ക് എത്തിച്ചെന്നല്ലേ. ഇപ്പൊ ഇതിൽ പണിയെടുക്കാൻ നല്ല സുഖം. വെയിലും ഇങ്ങോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേർത്തിന്റെ ഇതിൽ നിൽക്കാൻ പറ്റൂല. ഇപ്പൊ രാവിലെയും വൈകുന്നേരമാണ് റെയിൻ ഷെൽട്ടറും പോളിയോസിലൊക്കെ പണികൾ എടുക്കേണ്ടത്. ഇവിടെയൊക്കെ നല്ല കളങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ടല്ലോ ഇന്നലെ. ഇതൊക്കെ സ്ലെറി അടിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഇനിയിപ്പോ സ്ലെറി അങ്ങനെ അടിക്കൂല വഴുതനൊക്കെ ഒന്നും. ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് കായ്ക്കുന്ന സമയത്ത് എല്ലാത്തിനും ഇനി അത് സ്ലെറിന്റെ പൈപ്പാ. കായ്ക്കുന്ന സമയത്ത് എല്ലാത്തിനും വേണ്ടത് പൊട്ടാഷാണ്. ഇനി അങ്ങോട്ട് എല്ലാം പൊട്ടാഷ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഏറ്റവും നല്ല നമുക്ക് വെണ്ണീർ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുത്തിട്ട് വേണം. വാട്ടരോഗം ആദ്യം നിർത്തണം, എന്നിട്ടല്ലേ പണികളൊക്കെ. ഇവിടെ കുറച്ച് നല്ല നനവുണ്ട്, ഷെയ്ഡ് കൂടുതലുള്ള സ്ഥലം. നമ്മളെ റെയിൻ ഷെൽട്ടറിൽ പുറത്ത് മരത്തിൻ്റെ ഒക്കെ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് നനവൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് വെള്ളം വലിയില്ല. ഇന്നലെ നമ്മൾ നനയ്ക്കാതെ പണികൾ എടുത്തത്. പിന്നെ വൈകുന്നേരം ചെടികളൊക്കെ ഒന്ന് വാടിയതുകൊണ്ട് നനച്ചു കൊടുത്താ. രാവിലെ ഇന്നലെ നനയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ചെത്തിയെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇന്ന് പിന്നെ മണ്ണിടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ എല്ലാത്തിനും മണ്ണ് വലിച്ചു വെക്കണം. വേറെ പിന്നെ നമ്മൾ റെയിൻ ഷെൽട്ടറിൽ കാണിക്കാനതാ ഒരു മിക്സഡ് ആയിട്ടാണ് അധികം എല്ലാവരും ചെയ്യല്. ഏതെങ്കിലും ഒരു ക്രോപ്പ് മുകളിൽ പടത്തി കഴിഞ്ഞ് പിന്നെ താഴെ പറ്റെങ്കിൽ ഷെയ്ഡ് ഇല്ലെങ്കിൽ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പൊ കണ്ടില്ല 5 ഐറ്റത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്. 4 ഐറ്റം വള്ളികൾ തന്നെ ഉണ്ട്. ഒരു ഐറ്റം താഴെ നമ്മള് ഇത് 5 അല്ല, ചീര കൂട്ടാണ് 6 ഉണ്ട്, തക്കാളി ഉണ്ട് 7 ഉണ്ട്. അങ്ങനെ
ഇനി മുളകും ഉണ്ട്. ഒരു 10 ഐറ്റത്തിന്റെ അടുത്ത് പല വകയായിട്ട് ഇതിനുള്ളിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ നമുക്ക് വിൽക്കാനും ഉണ്ടാവും, നമ്മുടെ ആവശ്യത്തിന് എല്ലാ ഐറ്റം പച്ചക്കറി ഒരേപോലെ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വിള മാത്രം ചെയ്യാവുന്നത്. പിന്നെ നെയ്ക്കുമ്പളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മാത്രം ചെയ്യാൻ കേട്ടോ. അതാ ബിയമോൾ ഐസുമോളൊക്കെ കക്കിരി ആണ്ടേ, നല്ല ഫ്രഷ് കക്കിരി ആക്കി വരി. അടിപൊളി കക്കിരി. വിമോളൊരു ചീർപ്പൊക്കെ എടുത്തിട്ടാണ് ലീവൊക്കെ ആയപ്പോ വിമോൾ രാവിലെ തന്നെ നീച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേരം കിടന്നുറങ്ങിയില്ല. അയ്യേ ചിലപ്പോ കത്തിയാണ് വലിക്കുമ്പോ തട്ടിപ്പോ. ഐസും ഉണ്ട് കേട്ടോ. ഐസ് ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിയപ്പോ തോല് ചെത്തണ്ടല്ലോ. തോല് ചെത്തേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ നല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടായ സാധനം. എന്തിനാ തോല് ചെത്തുന്നത്? ഉറപ്പുണ്ടോ? വലിയ പീസായി പോയതാന്നത്. ബിയമോൾ ചെറുതാക്കി തരണോ? ബിയമോൾക്ക് ശരിക്കും ഇങ്ങനത്തെ നൈസ് നമ്മള് സാലഡിന് എത്തണ ചെത്തിയാ തീരല്ലേ. ഇതിപ്പോ ചെയ്യാ അത്ര വലുത് ഓളക്ക് പല്ലുവേദനയും കൂടെയാണ്. ഇതൊരു സൂപ്പർ. ഇതാ വെള്ളമുളക്, ഇത് വിത്തറ്റ് പോയിന്നു അല്ലേ. ഇതാ വെള്ളമുളക് കുറച്ചുണ്ട്. ഇത് തന്നെ. പിന്നെ അത് അസോള നല്ല ഉണ്ട് കേട്ടോ. അതറിഞ്ഞു 10, 11, 10, 12 ഐറ്റം ഉണ്ട് നമ്മൾ എന്തായാലും ഇതിന് ചെയ്യുന്നത്. അസോള. പിന്നെ ഇവിടെ നമ്മള് നടാൻ കൊണ്ടുവരുന്ന തൈകളൊക്കെ പോക്ക് തൈയൊക്കെ ആയിട്ട് പിന്നെ ട്രയൽ ബാക്കിയുള്ളൊക്കെ കൊണ്ടുപോകും. ആ ഒരു ഏരിയ കേട്ടോ ഇവിടെ. അതെല്ലാം ഉണ്ട്. പച്ചമുളകൊക്കെ വലുതായി. ഇതിങ്ങനെ നമ്മള് പോക്ക് തൈ നട്ടിട്ട് ബാക്കി വരുന്ന കേട്ടോ. ഇവിടെ കുറച്ച് പച്ചച്ചീര ഉണ്ട്. അതിൽ എന്താ വെച്ചാൽ കുറച്ച് വിത്തിന് നിർത്തിയിട്ടുണ്ട് ഉമ്മ. പച്ചച്ചീരയുടെ വിത്ത് പോയി പോകും. ഇതിങ്ങനെ കുറച്ച് മരമായിട്ട് നിർത്തിയിട്ട് ഈ വിത്ത് നമ്മൾ നേരെ വെട്ടിൻ്റെ അടുത്ത് പശുവിന് തീറ്റയും കൊടുക്കും. ബാക്കിയുള്ള പൂവ് നമ്മൾ വിത്താക്കി എടുക്കും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിർത്തിയത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് പണികളും കാര്യമൊക്കെ എടുക്കട്ടോ. അവർ വെയിലാകുന്നതിന് മുന്നേ എന്തായാലും ഇതിനുള്ളിൽ ഇറങ്ങി പോകണം. ഇതൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. കുറേ സ്ഥലം നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ വീഡിയോ ചെയ്തിട്ട് ഇതിലെന്താ നട്ട് നമ്മള് ലാസ്റ്റ് ചെയ്തത് കയ്പി നെയ്ക്കുമ്പളം തന്നെ. രണ്ടും ചെയ്തിട്ട് പിന്നെ നമ്മള് വേറെ ചെയ്തിട്ടില്ല ഇതില്. പിന്നെ നമ്മൾ കുറെ തൈകൾ കൊണ്ടുവന്ന് വെക്കുക ചെയ്തത്. അല്ല മല്ലിക ചെണ്ടുമല്ലി നട്ടതിന് മുന്നേ. ഇപ്രാവശ്യം ഇത് കുറെ ദിവസം നമ്മൾ ഇതൊന്ന് നടാവുന്നത് ട്രേ തൈകളൊക്കെ കൊണ്ട് നമ്മൾ ഇതിലെ വെക്കുക നടുന്നവരെ. ക്യാബേജും കോളിഫ്ലവർ ഒക്കെ അടിയിൽ ഇങ്ങനെ നിരത്തി വെച്ചോണ്ട് വേറെ ഒന്നും നട്ടു കൊടുത്തിട്ടില്ലേനു. അതിന് ശേഷം ഇപ്പൊ നട്ടു കൊടുത്തല്ലേ. പറ്റുന്ന എല്ലാവരും എന്ത് ചെയ്യണേ, ഈ സാധനം ഇപ്പൊ ചെയ്തോളി. ഇത് നല്ല വെട്ടനാവും ചെയ്യും. നല്ല നോക്കുകയാണെങ്കിൽ നമുക്ക് 45-ാം ദിവസം തന്നെ നമുക്ക് വിളവെടുക്കാനും കഴിയും. 40 ദിവസം മതി നല്ല നോക്കുകയാണെങ്കിൽ. പിന്നെ വേനലിന് നല്ല കഴിക്കാനുള്ള അടിപൊളി സാധനമാണ്. പിന്നെ പുറത്തെന്തായാലും ഈച്ചയുടെ ശല്യം ഉണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈച്ചയുടെ ശല്യം കുറവ്. അപ്പൊ ചെറുതായ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, മഞ്ഞക്കണി ഇതൊക്കെ സ്ഥാപിച്ചിട്ട് അധികം മരുന്ന് അടിക്കാക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ എടുത്ത് കഴിക്കാം. അപ്പം മഞ്ഞക്കണിയിലൊക്കെ കുറെ ഈച്ചയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പം വീഡിയോ നിർത്തട്ടെ, വേഗം പണികൾ ഉണങ്ങട്ടെ കേട്ടോ.